ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നത് അത് കുരിശായാലും മനുഷ്യനായാലും എപ്പോഴും വിമർശിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുകയാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ താൻ എത്ര നന്മകൾ ചെയ്തു കൊടുത്തിട്ടും അതൊന്നും കാണാതെ അവനെ ക്രൂശിക്കുക എന്ന് ജനം പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്താണ് അവൻ ചെയ്ത തെറ്റ്? ഒന്ന് ചിന്തിക്കുക. കൂടെ നടന്നവരും ഓശാന വിളിച്ചവരും അവൻ്റെ മഹിമയെ കേട്ടറിഞ്ഞവരും അവനെതിരെ ഉയർത്തുന്ന കുന്തങ്ങളായി തീർന്നപ്പോഴും അവൻ അവനെല്ലാം നിശബ്ദമായി സഹിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചു. അവസാന നിമിഷം അവൻ്റെ വിലാപ്പുറത്ത് കുത്തിയവനെയും അവൻ സ്നേഹിച്ച് അവൻ സൗഖ്യം കൊടുത്തു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 18-ാം വചനം ഇങ്ങനെയാണ്: ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചുവെന്ന് അറിഞ്ഞുകൊള്ളുന്നു. നാമും ക്രിസ്തുവിനെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. നമ്മുടെയും ജീവിതത്തിൽ നാം ഏറെ സ്നേഹിച്ചവർ, നമ്മുടെ കൂടെ നടന്നവർ നമുക്കെതിരെയും ശബ്ദമുയർത്താറില്ലേ? നമ്മയും അവഹേളിക്കാറില്ലേ? ഒരുവൻ ചെയ്യുന്ന ശുശ്രൂഷയുടെ മഹത്വം കാണാതെ നീയും ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവരെ വിമർശിക്കുമ്പോൾ ഓർക്കുക, നീ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണോ? നീ ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിൻ്റെ ഹിതത്തോട് ചേർന്നിരിക്കുന്നതാണോ? എൻ്റെ ഈശോയെ, ലോകമോഹങ്ങൾക്കപ്പുറം നിന്നെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.